വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ച് തൃക്കണ്ണാപുരം വാർഡ് ദശകങ്ങളിൽ നീണ്ട കാത്തിരിപ്പിന് അറുതി വരുത്തിക്കൊണ്ട് മങ്കാട്ടുകടവ് വഴി പുതിയ ബസ് സർവീസ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വികസന കാഴ്ചപ്പാടും കൗൺസിലർ അജിന്റെ ഇച്ഛാശക്തിയും കൈകോർത്തപ്പോൾ തൃക്കണ്ണാപുരം സാക്ഷ്യം വഹിക്കുന്നത് സമാനതകളില്ലാത്ത മുന്നേറ്റത്തിനാണ്. കൗൺസിലറായി അജിൻ ചുമതലയെടുത്തതോടെ തൃക്കണ്ണാപുരത്തെ വികസനത്തിന്റെ ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കമായിരിക്കുന്നത്. 15 വർഷമായി നിലനിന്നിരുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം കണ്ടുകൊണ്ട് മങ്കാട്ടുകടവിൽ നിന്നും MLA റോഡ് വഴി ബസ് എത്തിയപ്പോൾ അത് നാടിന്റെ ചരിത്രമായി മാറി. തടസ്സങ്ങളെ ഓരോന്നായി മറികടന്ന് അജിൻ നടത്തുന്ന ഓരോ ചുവടുവയ്പും ജനമനസ്സുകളിൽ വലിയ ഇടമാണ് നേടിയിരിക്കുന്നത്. മണ്ഡലത്തിലുടനീളം മന്ത്രി വി ശിവൻകുട്ടി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എതിരാളികളെ പോലും അമ്പരിപ്പിക്കുന്നതാണ്. ജനകീയ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്ന മന്ത്രിയും കൗൺസിലർ അജിനും ഒത്തുചേർന്നപ്പോൾ അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും യാഥാർത്ഥ്യമായി. തൃക്കണ്ണാപുരത്ത് സാധാരണക്കാരുടെ സ്വപ്നമായിരുന്ന ബസ് സർവീസ് യാഥാർത്ഥ്യമായതോടെ വിമർശകർക്ക് മറുപടി നൽകാൻ വികസനം തന്നെ ധാരാളമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രം. തൃക്കണ്ണാപുരത്തെ വികസനത്തിന്റെ ഉന്നതിയിലെത്തിക്കും. ഇവിടെ നിന്ന് ആരംഭിച്ച് MLA റോഡ് വഴി ആറാമട, കുന്നപ്പുഴ, പ്ലാവള, ജഗതി വഴി കിഴക്കേക്കോട്ടയിലേക്ക് ഒരു ബസ്സും രാവിലെ 7:50 ഈസ്റ്റ് കോട്ടന്ന് തുടങ്ങി നമ്മുടെ മങ്കാട് വഴി വൈകുന്നേരം 5 മണിക്ക് കിഴക്കേക്കോട്ടം ആരംഭിച്ച് ജഗതി വഴി മങ്കാട് വഴി ഈ റൂട്ട് തന്നെയാണ്. ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് ബസ്സിന് അല്പം ഷോർട്ടേജ് ഉണ്ട്. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ ഉടൻ തന്നെ 4-ാം തീയതി മുതൽ മെഡിക്കൽ കോളേജിലേക്ക് ഒരു രാവിലെയും വൈകുന്നേരവും സർവീസ് ഉണ്ടാവും. മന്ത്രി അദ്ദേഹത്തിന് നമ്മുടെ ഈ നാടിന് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കും. KSRTCയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് കേട്ടോ, ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് ഞാൻ ആദ്യമായിട്ട് ഇത് കൊടുക്കാം. ഡ്രൈവർക്ക് താക്കോലെല്ലാം കൊടുക്കുകയാണ് കേട്ടോ. വണ്ടിയുടെ സുരക്ഷിതമായ വാഹനം ഓടിക്കുക, ഓരോ ജീവന അമൂല്യമാണ്, ഓരോ ത്രുട്ടി ഇല്ലാതിരിക്കുക. ശരി, അപ്പൊ എല്ലാരും കയറണം. പുതിയ ബസ് സർവീസ് ആരംഭിച്ചതോടെ നാട്ടുകാരെല്ലാം വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ്. യാത്രാ സൗകര്യം മെച്ചപ്പെട്ടതോടെ പ്രദേശത്തെ വികസന കുതിപ്പിന് പുതിയ വേഗത കൈവന്നിരിക്കുന്നു. എല്ലാരും കൗൺസിലറുണ്ട്.
ഈ നാട്ടുകാരുടെ ചിരകാല അഭിലാഷമാണ് നമ്മുടെ മന്ത്രിയും അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ വാർഡ് കൗൺസിലറും ചേർന്ന് സാധിച്ചു തന്നത്. അതുകൊണ്ട് ഇതിന് ഒരിക്കലും തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ട്. ആറ്റുകാൽ പോകാൻ താല്പര്യമുള്ള ആരെങ്കിലും ബസ്സിൽ കയറാം. അവിടെ നേരെ കിഴക്കേക്കോട്ട് പോയിട്ട് എല്ലാ ദിവസവും രാവിലെ 7:50 കിഴക്കേക്കോട്ടയിൽ തുടങ്ങി ജഗതി വഴി മങ്കാട്ടട വഴി ഈ റോഡ് വഴി ഈസ്റ്റോട്ട് പോകും. ജഗതി വഴി തിരിച്ചും അതേപോലെ തന്നെ കരമന വഴി വരും. അത് കഴിഞ്ഞ് വൈകുന്നേരം 5 മണിക്കും ഈസ്റ്റ് മോട്ടെന്ന് തുടങ്ങി ഇതേ സെയിം റൂട്ടാണ്. ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് ബസ്സിന് അല്പ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ കിഴക്കേക്കോട്ട ബസ് മാത്രമേ കാണൂ. 4-ാം തീയതി മുതൽ മെഡിക്കൽ കോളേജിലെത്തിക്കും ഈ ബസ് ഓടും. രാവിലെയും വൈകുന്നേരം ഓടും. എല്ലാവർക്കും നന്ദി സ്വീകരണം തന്നതിന്. ഈ ബസ് സ്ഥിരം ഓടണം. വഴികൾ നല്ല ക്ലിയർ ആയിരിക്കണം. നമുക്ക് വണ്ടികൾ അനാവശ്യമായിട്ട് പാർക്ക് ചെയ്യരുത്. റോഡിൽ വീടുകളിലെ സാധനങ്ങൾ തടിയായാലും കല്ലായാലും ഒക്കെ എടുത്ത് മാറ്റണം. HIക്ക് അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് മറ്റു നിയമ നടപടികൾ സ്വീകരിക്കും. അതിനൊരു അവസരം ഉണ്ടാക്കരുത്. എല്ലാവരും സഹായിക്കണം. വികസനം വാക്കുകളിൽ ഒതുക്കാതെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിച്ച മന്ത്രി വി ശിവൻകുട്ടിക്കും കൗൺസിലർ അജിനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് തൃക്കണ്ണാപുരം നിവാസികൾ. ദൃശ്യം ന്യൂസ്, തൃക്കണ്ണാപുരം.